സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 3. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വന്നപ്പോഴാണ് ഫാദർ ഇമ്മാനുവലിന് ഫോട്ടോ കൊടുക്കണമല്ലോ എന്ന കാര്യം മെർലിന് ഓർമ്മ വന്നത്. രാവിലെ പോരുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു ഹാഫ് സൈസ് ഫോട്ടോയും എടുത്ത് ബാഗിൽ വെച്ചിരുന്നു. രണ്ടും കാണിക്കാം, ഒരെണ്ണം ഫാദർ തിരഞ്ഞെടുക്കട്ടെ. ഫോട്ടോ അടങ്ങിയ കവറുമായി മെർലിൻ എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ എമ്മ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എങ്ങോട്ടാ മെർലിൻ? ഇമ്മാനുവൽ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം സിസ്റ്ററെ. സിസ്റ്ററിന്റെ മുഖം മങ്ങി. ഫാദറിന് എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൾക്കൊരു കുസൃതി തോന്നി. കവറിൽ നിന്ന് 2 ഫോട്ടോയും എടുത്ത് സിസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നു. ഇതിലേതാ സിസ്റ്ററെ നല്ലത്? സിസ്റ്റർ രണ്ടും വാങ്ങി നോക്കി. രണ്ടും കൊടുക്കേണ്ട, അവർ പറഞ്ഞു. അതെന്താ? നന്നായിട്ടില്ല. ഫോട്ടോയിൽ കാണുന്നതിലും സുന്ദരിയാ മെർലിൻ. എന്നുവെച്ചാൽ മെർലിന്റെ യഥാർത്ഥ സൗന്ദര്യം ഇതിലൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ഫാദറിന് എന്തിനാ മെർലിന്റെ ഫോട്ടോ? പുള്ളി വെറുതെ തമാശ പറഞ്ഞതായിരിക്കും. മെർലിൻ അത് സീരിയസ് ആയിട്ടെടുത്തു. സിസ്റ്റർ എമ്മ ചിരിക്കാൻ ശ്രമിച്ചു. പാവം സ്ത്രീയെ അസൂയ പാടില്ല, മെർലിൻ മനസ്സിൽ പറഞ്ഞു. എന്തായാലും ഞാൻ ഫാദറിനെ ഒന്ന് കണ്ടിട്ട് വരാം. സിസ്റ്ററിന്റെ മുഖം കൂടുതൽ വാടി. മെർലിൻ സ്റ്റെയർ കേസ് കയറി ഫാദർ ഇമ്മാനുവലിന്റെ മുറിയിലേക്ക് ചെന്നു. ചുവന്ന മഷിയുള്ള പേനയുമായി ഇരുന്ന് അദ്ദേഹം ഏതോ മാറ്ററിന്റെ പ്രൂഫ് വായിക്കുകയായിരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ് ഫാദർ. അദ്ദേഹം മുഖമുയർത്തി നോക്കി പുഞ്ചിരിച്ചു. മോർണിംഗ്. കൊണ്ടുവന്നിട്ടുണ്ടോ ഫോട്ടോ? യെസ്. അവൾ ഫോട്ടോ ഫാദറിന് കൊടുത്തു. സമയമെടുത്ത് രണ്ടും അദ്ദേഹം നോക്കി. ഇത് രണ്ടും പോരാ, കൊള്ളാവുന്ന വേറൊന്നും എന്റെ കയ്യിലില്ലല്ലോ ഫാദർ. അവൾ നിരാശപ്പെട്ടു. ഇല്ലെങ്കിൽ വേറെ എടുക്കണം. അതിനിപ്പോ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോ ഫോട്ടോ അല്ല എനിക്ക് വേണ്ടത്. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലേഖിക. പിന്നിൽ ഒരു കുന്നോ താഴ്വരയോ അത്യാവശ്യം. ഫാദർ വിശദീകരിച്ചു. അതിനിപ്പോ ലഞ്ച് ബ്രേക്കിന് നമ്മൾ പുറത്തു പോകുന്നു, എന്റെ വണ്ടിയിൽ. എനിക്കൊരു ക്യാമറയുണ്ട് മെർലിൻ. ക്യാമറയുടെ കാര്യം സ്വകാര്യമെന്ന മട്ടിലാണ് ഫാദർ പറഞ്ഞത്. അവൾ ഒന്നും മിണ്ടിയില്ല. എനി പ്രോബ്ലം? നോ പ്രോബ്ലം. അവൾ ചിരിച്ചു. സന്തോഷത്തോടെയാണ് അവൾ മടങ്ങിയത്. ഫാദർ ഇമ്മാനുവൽ സ്കൂളിലല്ല ജോലി ചെയ്യേണ്ടിയിരുന്നത്. പത്രം ഓഫീസിലെ ഏതെങ്കിലും മാഗസിന്റെ എഡിറ്ററുടെ കസേരയായിരുന്നു കൂടുതൽ യോജിച്ചത്. വെറും ഒരു ഫോട്ടോയുടെ കാര്യത്തിൽ പോലും കണിശക്കാരൻ. തിരിച്ച് സ്റ്റാഫ് റൂമിൽ വന്നപ്പോൾ സിസ്റ്റർ എമ്മ ക്ലാസ്സിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അവളെ കണ്ടവർ പെട്ടെന്ന് നിന്നു. സിസ്റ്റർ പറഞ്ഞതാ ശരി, 2 ഫോട്ടോയും ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല, മെർലിൻ അറിയിച്ചു. അപ്പോൾ ഒന്നും എടുത്തില്ലേ? ഇല്ല. 2 ഫോട്ടോയും അവൾ അവരെ കാണിച്ചു. സിസ്റ്ററിന് തൃപ്തിയായി. ഇനി വേറെ വേണമെന്ന് പറഞ്ഞാ കൊടുക്കരുത്. ഇല്ല, പക്ഷേ ഫാദർ ക്യാമറയും കൊണ്ട് വരുന്നുണ്ട് ഉച്ചയ്ക്ക് എന്റെ ഫോട്ടോ എടുക്കാൻ. സിസ്റ്റർ എമ്മയുടെ മുഖം വീണ്ടും കറുത്തു. മെർലിൻ ചിരിയടക്കി. ക്ലാസ്സിലേക്ക് പോകാൻ സമയമായതുകൊണ്ട് സിസ്റ്റർ പിന്നെ നിന്നില്ല. അന്നുച്ചയ്ക്ക് മെർലിൻ വേഗം ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്ക് മൊബൈലിൽ ഫാദർ ഇമ്മാനുവലിന്റെ മെസ്സേജ് വന്നു. കം ടു ദി കാർ പാർക്ക്. ബാസ്കറ്റ്ബോൾ കോർട്ടിനടുത്ത് കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അയാൾ ചെന്നു. ഫാദർ വെള്ള ഓമ്നി വാനെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കയറിക്കോ, 25 മിനിറ്റിനകം പോയിട്ട് വരണം. അവൾ വാനിൽ കയറി. ഫാദർ ഇമ്മാനുവലിന്റെ സമീപത്തിരുന്നു. ഗേറ്റ് കടന്ന വണ്ടി പുറത്തേക്കിറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ടു താഴെയുള്ള ഹെയർപിൻ വളവെത്തി. പിന്നീട് കുറച്ച് സമതലമുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ കുന്നിന്റെ താഴ്വാരം, നീളത്തിൽ പുൽത്തകിടി. വണ്ടി ചെന്ന് പുൽത്തകിയുടെ അടുത്തെത്തി. ഇറങ്ങിക്കോ. മെർലിൻ വാനിൽ നിന്നിറങ്ങി. പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു അത്. പ്രകാശമുള്ള വെയിൽ, തെളിഞ്ഞ നീലമേഘം, പശ്ചാത്തലത്തിൽ ഉയരമുള്ള മലകൾ, വയലറ്റ് നിറമുള്ള പൂക്കൾ വിരിഞ്ഞ ഒരൊറ്റ മരം. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ അല്ലേ മെർലിൻ? ഫാദർ ചോദിച്ചു. യെസ്, ലവ്ലി പ്ലേസ്. അദ്ദേഹം പിൻസീറ്റിലെ ബാഗിൽ നിന്ന് ഒരു നിക്കോൺ ക്യാമറ പുറത്തെടുത്തു. സൂം ലെൻസ് ഉള്ള പുതിയ മോഡൽ. കഴിഞ്ഞ തവണ ജപ്പാനിൽ പോയപ്പോൾ കിട്ടിയതാണ്, ഒരു ഗിഫ്റ്റ്. ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് കമ്പമുണ്ടെന്നറിഞ്ഞപ്പോ ഒരു ഫ്രണ്ട് സമ്മാനിച്ചത്. അവൾ പുഞ്ചിരിച്ചു. സമയം കളയണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട്. അവളെ പല സ്ഥലങ്ങളിൽ നിർത്തി വിവിധ ആംഗിളുകളിൽ അദ്ദേഹം കുറെ ഫോട്ടോകൾ എടുത്തു. എല്ലാം ക്യാമറ സ്ക്രീനിൽ അവളെ കാണിച്ചു. ചിലതിന്റെ പശ്ചാത്തലം ഇരുണ്ട മല, ചിലതിൻ്റെത് തെളിഞ്ഞ താഴ്വാരം, ചിലതിൽ പൂവിട്ട മരം, ചിലതിന്റെ പിന്നിൽ പച്ച വിരിച്ച മൈതാനം. എല്ലാറ്റിലും മെർലിൻ സുന്ദരി.
താങ്ക് യു ഫാദർ, അവൾ ആത്മാർത്ഥതയോടെ പറഞ്ഞു. എല്ലാം ഞാനൊരു സീഡിയിലാക്കി നിനക്ക് തരാം. നിന്നെ പെണ്ണ് കാണാൻ വരുന്നവർ ചോദിച്ചാൽ ധൈര്യമായെടുത്ത് പ്രിന്റ് എടുത്ത് കൊടുത്തോളൂ. അവൾക്കപ്പോൾ അശോകിനെയാണ് ഓർമ്മ വന്നത്. ചോദിച്ചാൽ എല്ലാ ഫോട്ടോയും അശോകിന് കൊടുക്കും. ഉച്ചയ്ക്ക് ക്ലാസ് തുടങ്ങും മുമ്പ് അവർ തിരിച്ച് സ്കൂളിലെത്തി. നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ കൊടുക്കും. വാനിൽ നിന്നിറങ്ങുമ്പോൾ ഫാദർ പറഞ്ഞു, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇത്ര സ്ട്രെയിൻ എടുക്കണമായിരുന്നു ഫാദർ. ഐ എം എ പെർഫെക്ഷനിസ്റ്റ്. അതെന്റെ ഒരു വീക്ക്നെസ് ആയിരിക്കാം. ബട്ട് ദാറ്റ് വീക്ക്നെസ് ഈസ് മൈ സ്ട്രെങ്ത്. കുസൃതിച്ചിരിയോടെ പറഞ്ഞിട്ട് ഫാദർ ഇമ്മാനുവൽ ചുറുചുറുക്കോടെ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. മനസ്സിൽ നിറയെ സന്തോഷത്തോടെയാണ് മെർലിൻ അന്ന് പെരുവിങ്കളിൽ മടങ്ങിയെത്തിയത്. 4 മണിയായപ്പോഴേക്ക് മൂടൽമഞ്ഞ് പരന്നു തുടങ്ങി. വെളിച്ചം കുറഞ്ഞു. കാറിൽ നിന്നിറങ്ങി പടി കയറി ചെന്ന് മുൻവാതിൽ തുറങ്ങുന്ന ഡ്രോയിങ് റൂമിലേക്ക് കയറിയപ്പോൾ അന്തരീക്ഷത്തിൽ അപരിചിതമായൊരു ഗന്ധം അവളുടെ മൂക്ക് പിടിച്ചെടുത്തു. എന്തിന്റെയാണത്? മെർലിൻ ലോറൻസിന്റെ മുറിയിലേക്കാണ് ചെന്നത്. അവിടെ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. തലയിണകൾ ഉയർത്തിവെച്ച് പപ്പ ചാരിയിരുന്ന് ആസ്വാദ്യതയോടെ ചുരുട്ട് വലിക്കുന്നു. പപ്പ! വിശ്വാസം വരാതെ അവൾ വിളിച്ചു. ലോറൻസ് അവളെ നോക്കി മന്ദഹസിച്ചു. യെസ് മൈ ബേബി. സ്മോക്ക് ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എവിടെ നിന്ന് കിട്ടി സിഗാർ? ഐ ഹാഡ് എ വിസിറ്റർ. അയാൾ തന്നിട്ട് പോയതാണ്. ഞാൻ സ്മോക്കിങ്ങിലേക്ക് മടങ്ങിയതല്ല മോളെ. കണ്ടപ്പോ ചോദിച്ചു, തന്നു. പേടിക്കേണ്ട. ഐ ആം നോട്ട് ഗോയിങ് ടു കണ്ടിന്യൂ ദിസ്. ഏത് വിസിറ്റർ? അതൊക്കെ പറയാം. നൗ ഐ വാണ്ട് എ സ്ട്രോങ് ആൻഡ് ഹോട്ട് കോഫി. മെർലിൻ വേഗം കിച്ചണിലേക്ക് ചെന്നു. അപ്പോഴാണ് രണ്ടാമത്തെ അത്ഭുതം. കിച്ചണിൽ ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും ഗന്ധം. നോക്കിയപ്പോൾ കിച്ചൺ സ്ലാബിന്റെ ചുവട്ടിൽ ഒരു കൂട നിറയെ ഓറഞ്ച്, മറ്റൊരു കൂട നിറയെ ആപ്പിൾ. ആരാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? കടുപ്പത്തിൽ കാപ്പിയുണ്ടാക്കി 2 കപ്പുകളിൽ പകർന്ന് അവൾ ലോറൻസിന്റെ മുറിയിലേക്ക് ചെന്നു. ചുരുട്ട് വലിച്ചു കഴിഞ്ഞ് ജനാലയുടെ അടുത്തിട്ട കസേരയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കപ്പ് കാപ്പി അവൾ പപ്പയ്ക്ക് കൊടുത്തു. ആരാ പപ്പ ഓറഞ്ചും ആപ്പിളുമൊക്കെ കൊണ്ടുവന്നത്? ആകാംക്ഷ അടക്കാൻ വയ്യാതെ മെർലിൻ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എനിക്കൊരു വിസിറ്റർ ഉണ്ടായിരുന്നു മോളെ. അയാൾ കൊണ്ടുവന്നതാണ്. ആരാണെന്ന് പറ പപ്പ. ബാംഗ്ലൂരിൽ ഒരു ഹോഴ്സ് ട്രെയിനർ ഉണ്ടായിരുന്നു, ആന്റണി. അറിയുമോ നീ? നോ. എ ബ്രില്യന്റ് ഹോഴ്സ് ട്രെയിനർ. ആന്റണി പരിശീലിപ്പിച്ച പന്തയക്കുതിരകൾ ബാംഗ്ലൂർ ടെർ ക്ലബിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് സെവറൽ ടൈംസ്. അവൾ ഒന്നും മിണ്ടിയില്ല. ആന്റണിയുടെ മൂത്ത മകൻ റിച്ചാർഡ് ഒരു ജോക്കിയായിരുന്നു. അതങ്ങനെയല്ലേ വരൂ. റിച്ചാർഡിന്റെ യങ് ബ്രദർ ഇവിടെ ഒരു ടീ എസ്റ്റേറ്റിൽ മാനേജരാണ്. അവൻ ഇന്ന് എന്നെ കാണാൻ വന്നു. ഓ, അതാണ് കാര്യം. എന്തായാലും പപ്പ സ്മോക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അവൾ പറഞ്ഞു. ശരി, ഇനി ഞാൻ സ്മോക്ക് ചെയ്യുന്നില്ല. ഗുഡ് ബോയ്. അദ്ദേഹത്തിന്റെ ചുമലിൽ സ്നേഹപൂർവ്വം ഒന്ന് തട്ടിയിട്ട് അവൾ വീണ്ടും കിച്ചണിലേക്ക് പോയി. ഈ ആപ്പിളും ഓറഞ്ചുമൊക്കെ ആര് തിന്നു തീർക്കും? കാറിലെടുത്ത് വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ കുട്ടികൾക്ക് കൊടുക്കാം. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ലോറൻസ് പതിവില്ലാത്ത വിധം ദുഃഖിതനും മൂകനുമായിരുന്നു. മെർലിൻ അത് ശ്രദ്ധിച്ചു. എന്തുപറ്റി പപ്പ? ഐ വാസ് തിങ്കിങ് അബൌട്ട് യു. അവൾ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്നെക്കുറിച്ച് ചിന്തിക്കാനും മാത്രം ഇപ്പോൾ എന്തുണ്ടായി? ഐ എം ആൻ ഏജ്ഡ് മാൻ. രോഗിയുമാണ്. ഞാൻ ഈ ലോകം വിട്ടുപോകുന്നത് പെട്ടെന്നായിരിക്കും. ചിലപ്പോൾ ഇന്ന് രാത്രി, അല്ലെങ്കിൽ നാളെ. പ്ലീസ് പപ്പ, ഇങ്ങനെയൊന്നും പറയാതെ. എന്തിനാണ് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നത്? സത്യത്തിന് നേരെ നമ്മൾ കണ്ണടിച്ചുകൂടാ മോളെ. എത്രയും വേഗം നിന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ എനിക്ക് പോകാം. എന്റെ മാരേജ് നടത്തണം, അത്രയല്ലേ ഉള്ളൂ. അതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ പപ്പ. അവൾ ചിരിച്ചു. ആണെന്ന് എനിക്കും തോന്നില്ല. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ആരും ആഗ്രഹിക്കും മോളെ. പണം മാത്രമില്ലെന്നല്ലേയുള്ളൂ, ബാക്കി എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്. പിന്നെന്തിനാ പപ്പ വറി ചെയ്യുന്നത്? ആരും എന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് വരും പപ്പ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അവളുടെ വാക്കുകളിൽ ഉറച്ച ആത്മവിശ്വാസമുണ്ടായിരുന്നു. വരുമെന്ന് പറയണ്ട, ഒരാൾ വന്നു കഴിഞ്ഞു മോളെ. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. ഇനി നിന്റെ സമ്മതം കൂടി മാത്രം മതി. ഞെട്ടലോടെ അവൾ ലോറൻസിനെ നോക്കി. ആരാണത്? ആളെ നീ അറിയൂ. നിന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് അവൻ എന്റെ അടുത്ത് വന്നത്. ഇന്ന് വന്ന വിസിറ്ററുടെ കാര്യമാണ് പപ്പ പറയുന്നതെന്ന് മെർലിന് മനസ്സിലായി. ഹോഴ്സ് ട്രെയിനർ ആന്റണിയുടെ മകൻ, ജോക്കിയായ റിച്ചാർഡിന്റെ അനുജൻ, ഇവിടെ ടീ എസ്റ്റേറ്റിലെ മാനേജർ. ഞാൻ അറിയുന്ന ആളാണത്. ചാൾസ് ലീറോയ്, ദാറ്റ്സ് ഹിം.
മെർലിൻ വീണ്ടും ഞെട്ടി. ചാൾസ് ലീറോയ്? ഈ ഉദ്ദേശത്തോടെയായിരുന്നു അയാൾ കുറെ നാൾ തന്റെ കാറിനു പിന്നാലെ വന്നത്. ഇതിനായിരുന്നു ഒരു ദിവസം കാർ നിർത്തി സംസാരിച്ചത്. ഈ ആഗ്രഹം മനസ്സിൽ വെച്ചാണോ ഞായറാഴ്ച ചർച്ചിൽ വെച്ച് പപ്പയെ പരിചയപ്പെടാൻ വന്നത്? പപ്പ എന്തു പറഞ്ഞു? നിന്നോട് സംസാരിച്ചിട്ട് അറിയിക്കാമെന്ന്. നോ പപ്പ, ഈസ് നോട്ട് മൈ കൈൻഡ് ഓഫ് എ ഗായ്. ഐ ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഹിം ആസ് മൈ ഹസ്ബൻഡ്. അവൾ പ്രതിഷേധിച്ചു. വാട്ട്സ് റോങ് വിത്ത് ഹിം? കുറച്ച് പ്രായക്കൂടുതലുണ്ട്. പക്ഷേ 35 വയസ്സ് പുരുഷന്മാർക്ക് ഒരു പ്രായമല്ല മോളെ. ചാൾസ് ഒറ്റത്തടിയാണ്. ആൻഡ് ഹീസ് റിച്ച് ആൻഡ് ഹാൻസം, ലോറൻസ് വാദിച്ചു. പപ്പ എന്ത് പറഞ്ഞാലും എനിക്ക് ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി, മെർലിൻ തീർത്തു പറഞ്ഞു. ലോറൻസിന്റെ മുഖം പെട്ടെന്ന് കനത്തു. ആൻഡ് ഐ എം നോട്ട് മെന്റലി പ്രിപ്പയർഡ് ഫോർ എ മാരേജ് നൗ, അവൾ കൂട്ടിച്ചേർത്തു. പിന്നെ നീ ആഗ്രഹിക്കുമ്പോൾ ഏത് രാജകുമാരൻ വരുമെന്നാ നിന്റെ വിചാരം? അദ്ദേഹം രോഷത്തോടെ ചോദിച്ചു. വരും പപ്പ, ആരെങ്കിലും. നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പ്ലീസ്. ലോറൻസ് അനിഷ്ടത്തോടെ എഴുന്നേറ്റ് നടന്നു. പ്ലേറ്റിലെ ഭക്ഷണം പാതി പോലും കഴിച്ചിരുന്നില്ല. പപ്പ, അവൾ വേദനയോടെ വിളിച്ചു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ആ രാത്രി മെർലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 2 മുഖങ്ങൾ മനസ്സിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരുന്നു. അശോകിന്റെ സൗമ്യമായ മുഖം, പിന്നെ ചാൾസ് ലീറോയുടെ മുഖവും. അശോകിനെ കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാരണവശാലും ചാൾസ് ലീറോയെ വേണ്ട. പിറ്റേന്ന് ബിഡ് കോഫിയുമായി മെർലിൻ ചെന്നപ്പോൾ ലോറൻസ് എഴുന്നേക്കാതെ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു. പപ്പ, അവൾ മൃദുസ്വരത്തിൽ വിളിച്ചു. കണ്ണു തുറക്കാതെ അദ്ദേഹം മൂളി. കോഫി അവിടെ വെച്ചേക്ക്, കണ്ണു തുറക്കാതെ അദ്ദേഹം പറഞ്ഞു. കാപ്പിക്കപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ മടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും വീർത്ത് കെട്ടിയ മുഖമായിരുന്നു ലോറൻസിന്റേത്. അദ്ദേഹം ഒന്നും സംസാരിച്ചതേയില്ല. മെർലിൻ ചോദിച്ചതിനൊക്കെ ഒറ്റ വാക്കിലോ ഒരു മൂളലിലോ ഒരു തലയാട്ടിലോ ഒക്കെ മറുപടി ഒതുക്കി. 2 ദിവസം കഴിയുമ്പോഴേക്കും പപ്പ എല്ലാം മറക്കുമെന്നും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമെന്നും അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ പിറ്റേന്ന് അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പതിവിന് വിപരീതമായി ലോറൻസ് കിടക്കുകയായിരുന്നു. ഡൈനിങ് ടേബിളിൽ അടച്ചുവെച്ച ഉച്ചഭക്ഷണം തുറന്നു നോക്കിയിട്ട് പോലുമില്ല. പപ്പ, അവൾ വിളിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കി. എന്താ ലഞ്ച് കഴിക്കാഞ്ഞേ? വിശപ്പില്ലായിരുന്നു. മേശപ്പുറത്ത് വെച്ച ടാബ്ലറ്റും കഴിച്ചിട്ടില്ല. മരുന്നും കഴിച്ചില്ലേ? ഇല്ല, എന്റെ അസുഖമൊക്കെ മാറി. ഒരു നേരം പോലെ തെറ്റിദ്ധരിക്കുന്ന ഡോക്ടർ പറഞ്ഞത്. അദ്ദേഹം പുച്ഛത്തോട് ചിരിച്ചു. നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ ഞാൻ? വേണ്ട. ബ്രെഡ് ടോസ്റ്റോ? 9 മണിയോടെ ലോറൻസിന്റെ അസ്വസ്ഥത ഏറി. ശ്വാസമെടുക്കാനാവാതെ അദ്ദേഹം ബുദ്ധിമുട്ടി. പപ്പ, എന്നെ വിഷമിപ്പിക്കാതെ മെല്ലെ എഴുന്നേറ്റ് വന്ന് കാറിൽ കയറ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, മെർലിൻ അപേക്ഷിച്ചു. അദ്ദേഹം അത് കേട്ടതായി നടിച്ചില്ല. 10 മണിയായപ്പോഴേക്ക് ശ്വാസതടസ്സം കൂടുതൽ രൂക്ഷമായി. നിവൃത്തിയില്ലാതെ അവൾ ഡോക്ടർ അശോകിന്റെ മൊബൈലിൽ വിളിച്ചു. പക്ഷെ അശോക് റേഞ്ചിന് വെളിയിലായിരുന്നു. പലതവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ല. അവൾ ഉടൻ തന്നെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഹലോ, ഐ ആം മെർലിൻ. എന്റെ പപ്പ അവിടെ ഡോക്ടർ അശോകിന്റെ പേഷ്യന്റാണ്. പപ്പയ്ക്ക് നല്ല വീസിങ്, വളരെ ബുദ്ധിമുട്ടിയാണ് ശ്വാസം കഴിക്കുന്നത്. ദയവായി വീട്ടിലേക്ക് ഒരു ആംബുലൻസ് വിടാമോ? സോറി, 2 ആംബുലൻസ് മോട്ടം പോയിരിക്കുകയാണ്. ഡോക്ടർ അശോകിനെ വിളിച്ച് കൺസൾട്ട് ചെയ്യൂ. ഡോക്ടറെ വിളിച്ചു, പക്ഷേ കോള് പോകുന്നില്ല. എങ്ങനെയെങ്കിലും പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. ഇവിടെ നയിക്കാൻ വേറെ വണ്ടികളൊന്നുമില്ല. ഫോൺ കട്ടായി. അവൾ ലോറൻസിന്റെ അടുത്തേക്ക് ചെന്നു. ശ്വാസം കിട്ടാതെ ഉഴറുന്ന പപ്പയുടെ നെഞ്ചിൽ അവൾ തടവിക്കൊടുത്തു. ഈ രാത്രിയിൽ താൻ ഒറ്റയ്ക്ക്. പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? അവൾ ഞെട്ടി. ക്ലോക്കിൽ മണി 11 അടിച്ചു. പുറത്ത് പേരറിയാത്ത പക്ഷികളുടെ കരച്ചിൽ. എവിടെയോ കാട്ടുനായ്ക്കൾ ഓരിയിടുന്നു. മെർലിൻ. പെട്ടെന്ന് ലോറൻസ് ഞെരുങ്ങി. എന്താ പപ്പ? അവൾ ഭയത്തോടെ പപ്പയുടെ മുഖത്തേക്കുറ്റുനോക്കി. ഇനി എനിക്കധികം നേരമില്ല. പപ്പ പോകും. അതിനു മുമ്പ് നീ പപ്പയ്ക്ക് ഒരു പ്രോമിസ് തരണം. വിക്കി ലോറൻസ് പറഞ്ഞു. പപ്പ, അവൾ കരഞ്ഞു. അവസാനത്തെ ആഗ്രഹമാണ്, നീ അത് തള്ളിക്കളയരുത്. മൂടൽമഞ്ഞിലൂടെ ഹെഡ്ലൈറ്റ് തെളിയിച്ച് ഹെയർപിൻ വളവ് കയറി ഒരു കാർ വന്ന് അപ്പോൾ പെരിവിങ്കിൾ കോട്ടേജിന്റെ മുമ്പിൽ നിന്നു. ചില്ലുജനാലയിലൂടെ കാറിൽ നിന്നുള്ള ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം മുറിയിൽ കയറി വന്നു. ആരാണ് ഈ പാതിരാത്രിയിൽ? മെർലിൻ അമ്പരന്നു. കാറിന്റെ ഡോറ് തുറന്നടയുന്ന ശബ്ദം.
പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. ആരോ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം പപ്പ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. പക്ഷേ ലോറൻസ് അവളുടെ കയ്യിലെ പിടിവിട്ടില്ല. മോളെ, ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിട്ടതാണെങ്കിലോ? ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹത്തിന്റെ കൈ വിടിവിച്ച് മെർലിൻ വേഗം സിറ്റൗട്ടിലെ ലൈറ്റിട്ട് മുൻവാതിൽ തുറന്നു. ഓവർകോട്ടും മങ്കിക്യാപ്പും ധരിച്ച് കയ്യിൽ ലെതർ ബാഗുമായി ഡോക്ടർ അശോക് നിൽക്കുന്നു. അശോക്? വിശ്വാസം വരാതെ അവൾ വിളിച്ചു. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരുന്നു അല്ലേ? അവർ ഇൻഫർമേഷൻ പാസ് ചെയ്തു. അയാൾ പറഞ്ഞു. ഞാൻ അശോകിനെ പലവട്ടം ട്രൈ ചെയ്തു. പക്ഷേ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ചില സമയത്ത് അങ്ങനെയാ, അവിടെ റേഞ്ച് ഉണ്ടാവില്ല. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും കിട്ടും. അതുപോട്ടെ, പപ്പയ്ക്ക് എന്തു പറ്റി? അകത്തേക്ക് വരൂ. പുറത്ത് നല്ല തണുപ്പായിരുന്നു. അയാൾ കിടുകിടുക്കുന്നുണ്ടായിരുന്നു. അശോക് അകത്തേക്ക് കയറിയപ്പോൾ മെർലിൻ വാതിലടച്ചു. പകൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ സന്ധ്യയായപ്പോഴേക്ക് ശ്വാസതടസ്സമുണ്ടായി. കണ്ടു നിൽക്കാൻ വയ്യ. പോരാത്തതിന് എന്നോട് സൗന്ദര്യപ്പിണക്കവും. ലോറൻസിന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ പറഞ്ഞു. അശോക് കസേര ലോറൻസിന്റെ ബെഡിന് സമീപത്തേക്ക് നീക്കിയിട്ടിരുന്നു. അദ്ദേഹം അയാളെ തുറിച്ചു നോക്കി. ഞാനാണ് സാർ, ഡോക്ടർ അശോക്. അശോകിനോട് പപ്പ അനിഷ്ടം വല്ലതും കാണിക്കുമോ എന്ന് മെർലിൻ ഭയന്നു. എന്തുപറ്റി സാർ? ശ്വാസം കഴിക്കാൻ ലോറൻസ് പാടുപെടുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല, അദ്ദേഹം പ്രയാസപ്പെട്ട് പറഞ്ഞു. മെഡിക്കൽ കിറ്റ് തുറന്ന് അശോക് സ്റ്റെതസ്കോപ്പ് എടുത്ത് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും പരിശോധിച്ചു. അമ്പരപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു മെർലിൻ. അശോക് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഡോണ്ട് വറി, ഡോക്ടറില്ലേ അടുത്ത്. അശോക് 2 തരം ആംപ്യൂളുകൾ പുറത്തെടുത്തു. ഡിസ്പോസിബിൾ സിറിഞ്ചെടുത്ത് ഇടത് കൈയിലും വലത് കൈയിലുമായി 2 ഇഞ്ചക്ഷൻ കൊടുത്തു. വീസിങ് ഉടൻ തന്നെ സബ്സൈഡ് ചെയ്യും. ആൻഡ് സൂൺ ഹി വിൽ ഫോൾ ഇൻ ടു എ സൗണ്ട് സ്ലീപ്പ്. സെഡേഷൻ? അവൾ ചോദിച്ചു. നോ, ബട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അവൾ അല്പനേരം ലോറൻസിനെ തന്നെ നോക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു മയക്കത്തിലെന്ന പോലെ മെല്ലെ അടഞ്ഞു. ശ്വാസഗതി സാധാരണഗതിയിലായി. താങ്ക് യു അശോക്, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. മനം കൊച്ചി നെയ് തണുപ്പത്ത്, അതും പാതിരാ നേരത്ത് ഇത്രയും തരം കാറോടിച്ച് വന്ന എന്നെ ഒരു താങ്ക്സ് പറഞ്ഞൊഴിവാക്കാനാണ് ഉദ്ദേശം? അയാൾ ചോദിച്ചു. അയ്യോ അല്ല, അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എ കപ്പ് ഓഫ് സ്കോൾഡിംഗ് ഹോട്ട് ബ്ലാക്ക് കോഫി, അത്രമാത്രം മതി. ചിരിയോടെ അയാൾ പറഞ്ഞു. പൊള്ളിക്കുന്ന ചൂടോടെ ഒരു കട്ടൻ കാപ്പി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പം കൊണ്ടുവരാം. മെർലിൻ കിച്ചണിലേക്ക് ഓടി. സ്റ്റൗ കത്തിച്ച് കാപ്പിക്ക് വെള്ളം വെച്ചിട്ട് അവൾ കോഫി പോട്ടും കപ്പും എടുത്ത് കഴുകി തുടച്ചു വെച്ചു. അശോക് കിച്ചണിലേക്ക് വരുമോ? വന്നാൽ അത് ഇഷ്ടപ്പെടുമായിരുന്നു. അടുത്തടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് കാപ്പിയുണ്ടാക്കി. അവൾ മെല്ലെ ലോറൻസിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കി. നിരീക്ഷിച്ചുകൊണ്ട് ഒരു ധ്യാനത്തിലെന്ന പോലെ അശോക് ഇരിക്കുന്നു, സ്വന്തം മകനെ പോലെ. അവളുടെ മനസ്സ് നിറഞ്ഞു. അവൾ കിച്ചണിലേക്ക് മടങ്ങി. കാപ്പിക്ക് നല്ല കടുപ്പം വേണോ? മധുരം വേണോ അശോകിന്? അവൾ വേഗം കാപ്പിയുണ്ടാക്കി. പിന്നെ കാപ്പി നിറച്ച കോഫി പോട്ടും 2 കപ്പും ഒരു ട്രേയിൽ വെച്ച് സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ട്രേ അവൾ ടീപോയിന്മേൽ വെച്ച് ലോറൻസിന്റെ മുറിയിലേക്ക് പോയി. കോഫി റെഡി, അവൾ അശോകിനോട് പറഞ്ഞു. തന്നേക്കൂ, നമുക്ക് ഡ്രോയിങ് റൂമിലിരിക്കാം, അവൾ പറഞ്ഞു. ഓക്കെ. ലോറൻസിനെ അയാളൊന്ന് നോക്കി. അദ്ദേഹം ശാന്തമായി ഉറങ്ങുന്നു. മെർലിന്റെ പിന്നാലെ അശോക് സ്വീകരണ മുറിയിലേക്ക് നടന്നു. 2 കപ്പുകളിലേക്ക് അവൾ പൊള്ളുന്ന ചൂടുള്ള ബ്ലോക്ക് കോഫി വളർന്നു. ഒരെണ്ണമെടുത്ത് അയാൾക്ക് കൊടുത്തു. പപ്പ മരുന്ന് കഴിക്കാൻ മടി കാണിച്ചെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ടാബ്ലറ്റ് ഒരു നേരം പോലും മുടക്കാൻ പാടില്ല. 2 കോഴ്സ് റെഗുലറായി കംപ്ലീറ്റ് ചെയ്യണം, അയാൾ പറഞ്ഞു. എന്റെ പപ്പ അനുസരണയില്ലാത്ത കുട്ടിയാണ്, അവൾ പറഞ്ഞു. ലൈക്ക് മൈ മമ്മി, അയാൾ ചിരിച്ചു. അശോക് ഒരു കവിൾ കാപ്പി കുടിച്ചു. നല്ല കോഫി, അയാൾ പറഞ്ഞു. താങ്ക്സ്, പക്ഷെ ഈ നേരത്ത് ഇത്തിരി ചെറും ചൂടുവെള്ളം കിട്ടിയാലും നല്ലതാണെന്ന് തോന്നും. അങ്ങനെയല്ല മെർലിൻ, ഐ റിയലി മീൻ ഇറ്റ്. എക്സാം ടൈമിൽ രാത്രി എന്റെ മമ്മി ഉണ്ടാക്കി തന്ന ബ്ലാക്ക് കോഫി ഇതുപോലെയാണ്. അവൾ പെട്ടെന്ന് നിശബ്ദയായി. വാട്ട് ഹാപ്പൻഡ്? അയാൾ ചോദിച്ചു. നത്തിങ്, ഞാൻ എന്റെ മമ്മിയെ ഓർത്തുപോയി. അവളുടെ വാക്കുകളിലെ നനവ് അയാൾ പെട്ടെന്ന് പിടിച്ചെടുത്തു. ഐ എം സോറി. ഏയ് നെവർ മൈൻഡ്. മമ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു മുതിർന്ന പെണ്ണല്ലേ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു.
റിയലി? കളിയായി അയാൾ ചോദിച്ചു. പിന്നില്ലേ, കെട്ടുപ്രായമെത്തിയ. പെട്ടെന്ന് അവൾ നിർത്തി. ചാൾസ് ലിറോയുടെ മാരേജ് പ്രപ്പോസലിനെ കുറിച്ച് അവൾക്കപ്പോൾ ഓർമ്മ വന്നു. അശോകിനോട് പറയണോ? വേണ്ട. മറക്കാൻ ആഗ്രഹിക്കുന്ന, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത വിഷയമാണത്. കാപ്പി കുടിച്ച അശോക് കപ്പ് ടീപ്പോയ്മേൽ വെച്ചു. കുറച്ച് കാപ്പി കൂടി ഒഴിക്കട്ടെ? മെർലിൻ ചോദിച്ചു. നിർബന്ധിച്ചാ വഴങ്ങും. കോഫി പോട്ട് എടുത്ത് അവൾ വീണ്ടും കപ്പ് നിറച്ചു. പപ്പയെ നിർബന്ധമായി മരുന്ന് കുടിപ്പിക്കണം. ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ക്യൂർ ആകാൻ സമയമെടുക്കും. രാവിലെയും രാത്രിയിലും മെർലിൻ തന്നെ മരുന്നെടുത്ത് കൊടുക്കണം. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അവൾ മെല്ലെ തലകുലുക്കി. അവർ അല്പനേരം കൂടി സംസാരിച്ചിരുന്നു. അശോക് ഒടുവിൽ വാച്ചിൽ നോക്കി. മണി 2. അശോക് വീണ്ടും ലോറൻസിന്റെ മുറിയിലേക്ക് ചെന്നു. അദ്ദേഹം ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ശ്വാസതടസ്സം ഒട്ടുമില്ല. മെർലിൻ പപ്പയെ ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു. അവർ വീണ്ടും ഡ്രോയിങ് റൂമിലേക്ക് വന്നു. അശോക് ബാഗ് കയ്യിലെടുത്തു. സത്യത്തിൽ പോകാൻ തോന്നുന്നതേയില്ല. നേരം വെളുക്കും വരെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനാണ് ആഗ്രഹം. എനിക്കും. പക്ഷേ നാളെ മെർലിന് സ്കൂളിൽ പോകണ്ടേ? ക്ലാസ്സിൽ ചെന്ന് കുട്ടികളുടെ മുന്നിൽ ഉറക്കം തൂങ്ങിയാൽ എന്താവും കഥ? അവൾ ചിരിച്ചു. അശോകിനും നാളെ ഹോസ്പിറ്റലിൽ പോകണം. ഉറക്കച്ചടവിൽ പേഷ്യൻസിന് മരുന്ന് മാറി കുറിച്ചു കൊടുത്താൽ അതിലും വലിയ അപകടമല്ലേ? അയാൾ ചിരിച്ചു. മെർലിൻ വാതിൽ തുറന്നു കൊടുത്തു. അയാൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. പിന്നാലെ അവളും ചെന്നു. പുറത്തു മഞ്ഞും നിലാവുമുണ്ടായിരുന്നു. തുളച്ചു കയറുന്ന തണുപ്പും. മെർലിൻ വാതിലടച്ചോളൂ, തണുപ്പടിക്കേണ്ട. കോൾഡ് പിടിക്കാൻ നല്ല സാധ്യതയുണ്ട്, അയാൾ പറഞ്ഞു. സാരമില്ല, ഒരു ഡോക്ടർ കൂട്ടിനുണ്ടല്ലോ. അശോക് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം അയാൾ കണ്ടു. അയാൾ കൈനീട്ടി തന്റെ കൈവിരലുകളൊന്ന് തൊട്ടെങ്കിൽ എന്നവൾ ആശിച്ചു. ഗുഡ് നൈറ്റ് മെർലിൻ. നാളെ പപ്പയുടെ വിശേഷം വിളിച്ചു പറയണം. അയാൾ പെട്ടെന്ന് പടികളിറങ്ങി കാറിൽ കയറി. കാർ പുറത്തേക്കിറങ്ങി. അതിന്റെ പിന്നിലെ ചുവന്ന ലൈറ്റുകൾ മൂടൽമഞ്ഞിൽ അപ്രത്യക്ഷമാകുന്നതുവരെ അവൾ അവിടെ തന്നെ നിന്നു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുതരം വേദനയും അതേ അളവിൽ ആനന്ദവും അപ്പോൾ അവളെ കീഴ്പ്പെടുത്തി. മുറിയിൽ ചെന്ന് കിടന്ന് ബ്ലാങ്കറ്റിനുള്ളിൽ കയറിയിട്ടും മെർലിന് ഉറക്കം വന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നിവൃത്തിയില്ലാതെ എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന റൈറ്റിംഗ് പാഡ് കണ്ടത്. അവൾ എഴുന്നേറ്റ് അതിൽ നിന്ന് ഒരു കടലാസ് എടുത്തു. ഐ ലവ് യു അശോക്. സ്കെച്ച് പെൻ എടുത്ത് വലിയ അക്ഷരത്തിൽ അവൾ കടലാസിൽ എഴുതി വെച്ചു. അപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. മെർലിൻ പിന്നെ സുഖമായി ഉറങ്ങി. രാവിലെ ഉണർന്നപ്പോൾ അവൾ പപ്പയുടെ അടുത്തേക്ക് ചെന്നു. ഉണർന്നു കിടക്കുകയായിരുന്നു അപ്പോൾ ലോറൻസ്. പപ്പ, അവൾ വിളിച്ചു. ഗുഡ് മോർണിംഗ് മോളെ. അദ്ദേഹം പുഞ്ചിരിച്ചു. ആർ യു ഓൾ റൈറ്റ്? യെസ്, ഫീലിംഗ് ബെറ്റർ. ഇന്നലെ രാത്രി ഡോക്ടർ അശോക് വന്നു അല്ലേ? അതെ. പക്ഷേ അതൊരു സ്വപ്നം പോലെയാ എനിക്ക് തോന്നിയേ. ഇഞ്ചക്ഷൻ തന്നോ? തന്നു. എന്തായാലും അശോക് എന്ത് മാജിക്കാ കാണിച്ചതെന്ന് അറിയില്ല. മരിച്ചു പോകുമെന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചതാ. ഇപ്പോ നല്ല സുഖം തോന്നുന്നു. താങ്ക്സ് അശോക്, അവൾ മന്ത്രിച്ചു. എന്താ മോളെ നീ പറഞ്ഞത്? ഒന്നുമില്ല പപ്പ. ഡോക്ടർ തന്ന ആ ടാബ്ലറ്റ് മുടക്കം വരാതെ കഴിക്കണം. പറഞ്ഞിട്ടേ മരുന്ന് നിർത്താവൂ. ഞാൻ കഴിക്കാം. ശരി പപ്പ, ഞാൻ ഇപ്പം വരാം. മെർലിൻ കിച്ചണിലേക്ക് പോയി. ഇന്ന് സ്കൂളിൽ പോകണോ എന്നവൾ സംശയിച്ചു. പപ്പയെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് ഒരു മെയ്ഡ് സെർവന്റിനെ കിട്ടിയിരുന്നെങ്കിൽ പാർട്ട് ടൈം ആയാലും മതിയായിരുന്നു. പകൽ നേരത്ത് വീട്ടിലുണ്ടാകണം. ഞാൻ ഇന്ന് ലീവ് എടുത്താലോ പപ്പ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾ ചോദിച്ചു. ഓ വേണ്ട മോളെ, മോൾ സ്കൂളിൽ പോയിക്കോ. എന്തേലും വിഷമം തോന്നിയാ ഞാൻ വിളിക്കാം. ശരി പപ്പ. പതിവ് സമയത്ത് തന്നെ മെർലിൻ സ്കൂളിലേക്ക് പോയി. അവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചാൾസ് ലിറോയുടെ കാറ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ചാൾസ് ലിറോയ് കാറിൽ നിന്നിറങ്ങി. 3 പീസ് സൂട്ടായിരുന്നു വേഷം. കടും ചുവപ്പ് ടൈ ആയിരുന്നു കഴുത്തിൽ. മുടി പിന്നിലേക്ക് ഭംഗിയായി ചീകി വെച്ചിരുന്നു. ഗേറ്റ് തുറന്ന് അയാൾ മുറ്റത്തേക്ക് കയറി. ചട്ടികളിൽ വിരിഞ്ഞു നിന്ന റോസാപ്പൂക്കൾ കണ്ട് ആസ്വദിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരലമർത്തി. അല്പനേരം കഴിഞ്ഞിട്ടാണ് ലോറൻസ് വന്ന് വാതിൽ തുറന്നത്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ചാൾസിനെ കണ്ട് ലോറൻസിന്റെ മുഖം ഒന്ന് മങ്ങി. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് ചാൾസ്, പ്ലീസ് കം ഇൻ. ചാൾസ് അകത്തേക്ക് കയറി. ഇരിക്കൂ, ലോറൻസ് പറഞ്ഞു. ഹൗ ആർ യു അങ്കിൾ? ഇരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു. ഫൈൻ മൈ ബോയ്, ലോറൻസ് വിരുന്നു. ഞാൻ സമയം കളയുന്നില്ല. മെർലിനോട് ഞാൻ പറഞ്ഞ കാര്യം അങ്കിൾ സംസാരിച്ചോ?
ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. യെസ്. മെർലിൻ എന്തു പറഞ്ഞു? മാരേജിനുള്ള സമയമായിട്ടില്ലെന്നാ അവൾ പറയുന്നത്. ചാൾസിന്റെ മുഖം മങ്ങി. വേറെ പ്രപ്പോസൽ ഉണ്ടോ അങ്കിൾ? നോ. ഇസ് ഷീ ഇൻ ലവ് വിത്ത് സംബഡി? ഐ ഡോണ്ട് നോ. ചാൾസ് ഒരു നിമിഷം നിശബ്ദനായി. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ അങ്കിൾ, മെർലിനെ എനിക്ക് തന്നെ വേണം. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നു. അങ്കിളിന്റെ സപ്പോർട്ട് എനിക്കുണ്ടാവുമോ? ഡെഫിനറ്റ്ലി. ചാൾസ് എഴുന്നേറ്റ് ലോറൻസിന്റെ കൈപിടിച്ച് കുലുക്കി. ശരി അങ്കിൾ, ഞാൻ ഇടയ്ക്ക് വരാം. ഐ ഹോപ്പ് ഷി വിൽ സൂൺ ചേഞ്ച് ഹർ മൈൻഡ്. അയാൾ തിടുക്കത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലോറൻസ് വാതിലിനടുത്തേക്ക് ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കി. ചൂടില്ലാത്ത മഞ്ഞ വെയിൽ. ചാൾസ് ലിറോയുടെ കാറ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. അയാൾ ചോദിച്ചൊരു ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഇസ് ഷീ ഇൻ ലവ്? നോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞേനെ. അദ്ദേഹം വാതിലടിച്ച് മുറിയിലേക്ക് പോയി. സ്കൂളിലെ ഓഫീസ് ബോയ് ടോണി സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോൾ സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവനൊന്ന് സംശയിച്ചു നിന്നു. എന്താ ടോണി? വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് മുഖമുയർത്തി സിസ്റ്റർ ടെസ ചോദിച്ചു. മെർലിൻ ടീച്ചറെ നോക്കി വന്നതാ സിസ്റ്ററെ, അവൻ പറഞ്ഞു. മെർലിൻ ക്ലാസ്സിലാണ്, ഇപ്പം വരും. എന്താ കാര്യം? ഇമ്മാനുവൽ അച്ഛൻ അന്വേഷിച്ചായിരുന്നു. വരുമ്പം അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറയണേ. സിസ്റ്റർ അമ്മയുടെ മുഖം കറുത്തു. ടോണി പോയി. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മെർലിനെ വിളിപ്പിക്കാറുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ശബ്ദം താഴ്ത്തി സിസ്റ്റർ എമ്മ പറഞ്ഞു. കാര്യമൊന്നും കാണത്തില്ല സിസ്റ്ററെ. സിസ്റ്റർ ടെസയ്ക്ക് അങ്ങനെ വിചാരിക്കാനായിരുന്നു ഇഷ്ടം. ആ പീരീഡ് അവസാനിക്കുന്ന ബെല്ല് മുഴങ്ങി. കാര്യമൊന്നുമില്ലാതെ ഇമ്മാനുവൽ അച്ഛൻ അവളെ വിളിപ്പിക്കത്തില്ല. അച്ഛൻ ചെറുപ്പമല്ലേ, എടുത്ത ചട്ടം ഇത്തിരി കൂടുതലാ. സിസ്റ്റർ ടെസ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ മെർലിൻ സ്റ്റാഫ് റൂമിലേക്ക് വന്നു. സിസ്റ്റർ എമ്മയും സിസ്റ്റർ ടെസയും പരസ്പരം ഒന്ന് നോക്കി. രണ്ടുപേരും തല ഒന്ന് ചലിപ്പിച്ചു. സിസ്റ്റർ ടെസ എഴുന്നേറ്റ് മെർലിന്റെ അടുത്തേക്ക് ചെന്നു. ഫാദർ ഇമ്മാനുവലിനെ കുറിച്ച് മെർലിന് എന്താണ് അഭിപ്രായം? എന്താണ് സിസ്റ്റർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ അവളൊന്ന് പകച്ചു. വാട്ട് ഡു യു മീൻ? ഒരു പുരോഹിതനാ നിരക്കാത്ത മട്ടിൽ എപ്പോഴെങ്കിലും ഫാദർ ഇമ്മാനുവൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ സിസ്റ്റർ? സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ ഫാദറിന് ഇപ്പോൾ ശ്രദ്ധക്കുറവാണെന്നും പേഴ്സണൽ കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യമെന്നും ഇവിടെ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മെർലിൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നറിയാൻ ചോദിച്ചതേയുള്ളൂ. സിസ്റ്റർ വിശദീകരിച്ചു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പുരോഹിതനായ ഒരാൾക്ക് എന്ത് പേഴ്സണൽ കാര്യം? ആളുകൾ വെറുതെ പറയുന്നതാ സിസ്റ്റർ. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. എന്തോ കാര്യമുണ്ടായിട്ടാണ് സിസ്റ്റർ എമ്മയും ടെസയും അങ്ങനെ സംസാരിച്ചതെന്ന് മെർലിന് തോന്നി. പക്ഷെ അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അന്ന് ലാസ്റ്റ് പീരിയഡ് കഴിഞ്ഞ് മെർലിൻ വീട്ടിലേക്ക് പോകാൻ ബാഗ് എടുത്ത് നോക്കിയപ്പോൾ മൊബൈലിൽ അശോകിന്റെ ഒരു മെസ്സേജ് വന്നു കിടപ്പുണ്ടായിരുന്നു. ഹൗ ഈസ് പപ്പ? അവൾ അപ്പോൾ തന്നെ അയാളെ വിളിച്ചു. ഹലോ മെർലിൻ. ഹലോ അശോക്. രാവിലെ തിരക്കിനിടയിൽ വിളിക്കാൻ പറ്റിയില്ല. സോറി. പപ്പയ്ക്ക് വളരെ ആശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വന്നതും. നമുക്കിടയിൽ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയാണ്. ഹോസ്പിറ്റലിലാണോ? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. 6 മണിക്ക് ചെന്നാൽ മതി. ഞാനിപ്പോ പീറ്റേഴ്സ് പോയിന്റിലാണ്. ഇത്തിരി ഷോപ്പിംഗ്. പീറ്റേഴ്സ് പോയിന്റിലോ? ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. അതെ, ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. 10 മിനിറ്റിനകം അവിടെ എത്തും. കാണാൻ പറ്റുമോ? തീർച്ചയായും. ഞാൻ തുടങ്ങിയിട്ടേയുള്ളൂ. പ്ലീസ് കം, അയാൾ പറഞ്ഞു. ഇതാ വരുന്നു. മെർലിൻ വേഗം സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങി കാറിൽ കയറി. താഴേക്ക് ഹെയർപിൻ വളവുകൾ താണ്ടുമ്പോൾ അവളുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. പ്രതീക്ഷിക്കാതെ വീണ്ടും അശോകിനെ കാണാൻ കഴിയുന്നു. ഒന്നിച്ച് ഒരു കപ്പ് കാപ്പി കുടിക്കാൻ എന്തായാലും അശോകിന് സമയം കാണും. 6 മണിക്ക് ഹോളിക്രോസിൽ ചെന്നാൽ മതിയല്ലോ. അവൾ പീറ്റേഴ്സ് പോയിന്റിൽ ചെന്നപ്പോൾ റൊസാരിയോസ് ബേക്കറിയുടെ മുന്നിൽ കാർ പാർക്ക് ചെയ്ത് അശോക് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊരു മനപ്പൊരുത്തം. റൊസാരിയോസിൽ നല്ല ഒന്നാന്തരം ഫിൽട്ടർ കോഫി കിട്ടും. അടുത്ത് ചെന്ന് കാർ നിർത്തി അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. ഹായ് അശോക്. ഹായ് മെർലിൻ. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ച് ഒരു നിമിഷം നിന്നു. ചാൾസ് ലിറോയുടെ കാർ അപ്പോൾ അല്പം പിന്നിലായി വന്നു നിന്നു. കാറിനുള്ളിലിരുന്ന അയാൾ മെർലിനെയും അശോകിനെയും കണ്ടു. അയാൾ സ്റ്റിയറിംഗ് വീലിൽ ക്രോധത്തോടെ അള്ളിപ്പിടിച്ചു. മെർലിൻ ഈ നേരത്താണ് സ്കൂൾ വിട്ട് വരാറുള്ളത്? അശോക് ചോദിച്ചു. അതെ, ഇവിടെ വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകാറുള്ളത്, മെർലിൻ പറഞ്ഞു. വീട്ടുപേര് ഞാൻ ശ്രദ്ധിച്ചു. പെരുവിങ്കൾ.
ലവ്ലി നെയിം. മെർലിന്റെ സെലക്ഷൻ? നീലപ്പൂക്കളും ധാരാളം കടുംപച്ചിലകളുമുള്ള ഒരുതരം ഇംഗ്ലീഷ് വള്ളിച്ചെടിയാണ് പെരിവിങ്കിൾ. ഇഷ്ടം കൊണ്ട് ഞാൻ കൊടുത്ത പേരാണത്, അവൾ പറഞ്ഞു. ധാരാളം ചെടികളും പൂക്കളുമുള്ള ആ വീടിന് യോജിക്കുന്ന പേരാണിത്. മെർലിൻ സന്തോഷത്തോടെ ചിരിച്ചു. നമുക്കൊരു കോഫി കുടിച്ചാലോ? റൊസാരിയോസ് ബേക്കറിയുടെ നേർക്ക് കണ്ണുകൾ ചലിപ്പിച്ച് അവൾ ചോദിച്ചു. വിത്ത് പ്ലഷർ. അശോക് തയ്യാറായി. അപ്പോഴാണ് കാറിൽ നിന്നിറങ്ങി ചാൾസ് ലിറോയിയെ അവൾ കണ്ടത്. അതോടെ അവളുടെ ആഹ്ലാദം മാഞ്ഞുപോയി. ഇന്നെന്തു പറ്റി സ്കൂൾ വിട്ട് നേരെ വീട്ടിലേക്ക് പോകാതെ ഇവിടെ തങ്ങിയത്? അശോകിന്റെ സാമീപ്യം അവഗണിച്ച് ചിരപരിചിതനെ പോലെയാണ് ചാൾസ് ചോദിച്ചത്. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞു. ഞാനിന്ന് രാവിലെ വീട്ടിൽ പോയിരുന്നു. മെർലിന്റെ പപ്പയെ കണ്ടിരുന്നു. മെർലിനെ കുറിച്ചോർത്ത് പപ്പ വല്ലാതെ വറീഡാണെന്ന് തോന്നുന്നു. ചാൾസ് ലിറോയുടെ സംസാരം അരോചകമായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അശോക് എന്ത് വിചാരിക്കും എന്ന പരിഭ്രമവും ഉണ്ടായിരുന്നു അവൾക്ക്. അശോക് നിശബ്ദനായി നിന്നതേയുള്ളൂ. മെർലിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞോ? ചാൾസ് ചോദിച്ചു. ഇല്ല. അപ്പോഴാണ് അയാൾ അശോകിനെ ഒന്ന് നോക്കിയത്. ഹൂസ് ദി ജെന്റിൽമാൻ? മെർലിൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ഡോക്ടർ അശോക്, എന്റെ ഫ്രണ്ടാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. ചാൾസ് ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വരുത്തിയിട്ട് അശോകിന്റെ കൈപിടിച്ച് കുലുക്കി. ഹായ് അശോക്, ഐ ആം ചാൾസ് ലീറോയ്. മെർലിന്റെ ഫാമിലി ഫ്രണ്ടാണ്. ഇൻഫാക്ട് മോർ ദാൻ എ ഫാമിലി ഫ്രണ്ട്. എന്ന് മാത്രമല്ല, ഗാർഡൻ ടീ എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? 270 ഏക്കേഴ്സ് ഓഫ് ടീ ആൻഡ് സം ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആൻഡ് സ്ട്രോബെറി. അതിന്റെ ഉടമയാണ്. ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ലിറോയ്, പുഞ്ചിരിയോടെ അശോക് പറഞ്ഞു. യു ആർ എ ഡോക്ടർ? ചാൾസ് തിരക്കി. അതെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹോളി ക്രോസ് ഹോസ്പിറ്റൽ. ചാൾസിന് ആശ്ചര്യമായി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. നോട്ട് ആസ് എ പേഷ്യന്റ്, ബട്ട് എ വിസിറ്റർ. എന്നിട്ട് ഞാനിതുവരെ ഡോക്ടർ അശോകിനെ കണ്ടില്ലല്ലോ. ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 2 മാസമാകുന്നതേയുള്ളൂ. ഓ, അത് ശരി. അപ്പോഴേക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ആയോ? ഗ്രേറ്റ്. നമുക്കിനിയും കാണാം. ഞാൻ ഇത്തിരി ബിസിയാണ്. നമുക്ക് കാണാം മിസ്റ്റർ ചാൾസ്. പോവാണെന്ന് തലചലിപ്പിച്ച് മെർലിനെ കാണിച്ച് ചാൾസ് ലീറോയ് ചെന്ന് കാറിൽ കയറി. മെർലിന്റെ സന്തോഷം നശിച്ചു കഴിഞ്ഞിരുന്നു. അശോക് അത് ശ്രദ്ധിച്ചു. ഏയ്, വാട്ട് ഹാപ്പൻ? പെട്ടെന്ന് മൂഡ് ഓഫ് ആയോ? അയാൾ ചോദിച്ചു. ഇല്ല, ഞാൻ എന്തോ ചിന്തിച്ചുപോയി. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ചാൾസ് ലീറോയുടെ കാറ് താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് അവൾ കണ്ടു. നമുക്ക് കോഫി കഴിച്ചാലോ? പെട്ടെന്ന് അശോക് ചോദിച്ചു. താൻ മനസ്സിലാഗ്രഹിച്ച കാര്യം തന്നെ അശോക് പറഞ്ഞത് കേട്ടപ്പോൾ മെർലിൻ അത്ഭുതമായി. ഒരുപോലെ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമാണോ മനപ്പൊരുത്തം എന്ന് പറയുന്നത്? യെസ്, ഐ ഡിസേർവ് എ കോഫി, അവൾ പറഞ്ഞു. രണ്ടുപേരും റൊസാരിയോ ബേക്കറിയിലേക്ക് കയറി. അതിനുള്ളിൽ ഒരു കോഫി പാർലർ ഉണ്ടായിരുന്നു. വൃത്താകൃതിയിലുള്ള 7-8 മേശകൾ, അതിനു ചുറ്റും 4 വീതം കസേരകൾ. ഒഴിഞ്ഞ ഒരു മേശയുടെ ഇരുവശത്തുമായി അവരിരുന്നു. കോഫിക്ക് അശോകാണ് ഓർഡർ കൊടുത്തത്. മെർലിൻ, ഐ വാണ്ട് യുവർ ഹെൽപ്പ്, പെട്ടെന്ന് അയാൾ പറഞ്ഞു. എന്ത് ഹെൽപ്പ്? ഒന്ന് പകച്ചെങ്കിലും അവൾ ചോദിച്ചു. 15 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. എന്ത് വാങ്ങണമെന്ന് ഒരു ഐഡിയയുമില്ല. ക്യാൻ യു സജസ്റ്റ് സംതിങ്? മെർലിന്റെ കൗതുകമുണർന്നു. ആരാണീ മധുര 15-കാരി? അവളുടെ ചോദ്യം കേട്ട് അശോക് പൊട്ടിച്ചിരിച്ചു. നൺ അതർ ദാൻ ജൂലിയ, ഡോട്ടർ ഓഫ് അവർ ഡയറക്ടർ ഡോക്ടർ ക്ലെമന്റ്. നെക്സ്റ്റ് സാറ്റർഡേ ജൂലിയയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ ഡോക്ടേഴ്സിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഓ, എനിക്കറിയാം ആ കുട്ടിയെ, ജൂലിയ ക്ലെമന്റ് ഡിസൂസ. ഞങ്ങളുടെ സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. അവൾ നിങ്ങളുടെ ഡയറക്ടറുടെ മകളാണെന്ന് ഇപ്പോഴാ മനസ്സിലാകുന്നത്, മെർലിൻ പറഞ്ഞു. ബർത്ത്ഡേ പാർട്ടിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. 1 വർഷത്തേക്കാണ് ഹോളി ക്രോസിൽ എനിക്ക് കോൺട്രാക്ട്. അത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർ ക്ലെമന്റ് ആണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിൽ നിന്ന് പോകാനും മനസ്സില്ല. അയ്യോ, അപ്പോൾ തീർച്ചയായും ജൂലിയയുടെ ബർത്ത്ഡേക്ക് പോകണം. ഒരു ഗിഫ്റ്റും വാങ്ങിക്കൊടുക്കണം. ഡോക്ടർ ക്ലെമന്റിന്റെ അതൃപ്തിക്ക് പാത്രമായാൽ അശോകിനെ അയാൾ പിരിച്ചുവിട്ടാലോ? കളിയായി അവൾ പറഞ്ഞു. തമാശയല്ല. നാളെ രാവിലെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞ പെട്ടിയും എടുത്ത് എനിക്ക് പോകേണ്ടി വരും. അപ്പോഴേക്ക് ആവി പറക്കുന്ന 2 കാപ്പി വന്നു. കാപ്പി മെല്ലെ കുടിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ജൂലിയ നല്ലൊരു വായനക്കാരിയാണെന്ന് തോന്നുന്നു. മിക്കപ്പോഴും ലൈബ്രറിയിൽ കാണാറുണ്ട്. അവൾക്ക് സമ്മാനമായി ഒരു സെറ്റ് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്താലോ? മെർലിൻ ചോദിച്ചു. ഗ്രേറ്റ് ഐഡിയ. പക്ഷേ എന്ത് പുസ്തകങ്ങൾ? പെൺകുട്ടികൾ ആ പ്രായത്തിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് റൊമാൻസ് ആണ്. മിൽസ് ആൻഡ് ബൂൺ സീരീസ് പോലെയുള്ള പുസ്തകങ്ങൾ. മെർലിനും അങ്ങനെയായിരുന്നോ? ചിരിച്ചുകൊണ്ട് അശോക് ചോദിച്ചു. ഞാൻ ആ പ്രായത്തിൽ ഒരുപാട് വായിച്ചു തള്ളിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾ പറഞ്ഞു.
മെർലിൻ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അശോക് ചോദിച്ചു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത്. ഇല്ല, പക്ഷെ ഒന്ന് പ്രേമിച്ചാലോ എന്ന് ഇപ്പോ തോന്നുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്, അയാൾ ആശംസിച്ചു. അവർ രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു. ഓരോ കപ്പ് കാപ്പി കൂടി കുടിച്ചിട്ടാണ് അവർ പിരിഞ്ഞത്. OP ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് ഡോക്ടർ അശോക് അയാളുടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്നിറങ്ങിയപ്പോൾ വൈകുന്നേരം 6:30 മണി. സൂര്യൻ അസ്തമിച്ചിരുന്നെങ്കിലും നേർത്ത വെളിച്ചമുണ്ടായിരുന്നു വെളിയിൽ. പ്രധാന കെട്ടിടത്തിൽ നിറങ്ങി ഇരുവശത്തും വയലറ്റ് നിറത്തിലുള്ള ഡാലിയ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പാതയിലൂടെ അയാൾ കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു. ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഡോക്ടർമാരുടെ കാറുകൾ ഇടാൻ സ്ഥലം വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഡോക്ടർ അശോക്, ആരോ വിളിക്കുന്നത് കേട്ട് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് അയാൾ ചാൾസ് ലിറോയെ കണ്ടത്. ഫുൾ സൂട്ട് ധരിച്ച ചാൾസ് ഒരു ചുവന്ന കാറിൽ ചാരി നിന്ന് ചുരുട്ട് വരയ്ക്കുകയായിരുന്നു. ഹലോ സർ. അശോക് അയാളുടെ അടുത്തേക്ക് ചെന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗൗരവത്തിലായിരുന്നു ചാൾസ്. എന്ത് കാര്യങ്ങൾ? മുഖവരിയൊന്നുമില്ലാതെ ഞാൻ തുറന്നു ചോദിക്കുകയാണ്. മെർലിനും ഡോക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെന്ത് തരത്തിലുള്ളതാണ്? വെറും ഫ്രണ്ട്ഷിപ്പോ അതോ ഐ യു ഇൻ ലവ്? അശോക് ഒന്ന് പുഞ്ചിരിച്ചു. മിസ്റ്റർ ചാൾസ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു കാര്യം എന്നോട് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവളുടെ പപ്പയാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അത് അംഗീകരിച്ചേനെ. പക്ഷെ നിങ്ങൾക്ക് എന്തധികാരമാണ്? ഐ ആം എർ ഫാമിലി ഫ്രണ്ട്. ആ അധികാരം ഉപയോഗിച്ചാണ് ഞാൻ. ചാൾസ് ന്യായീകരിച്ചു. പക്ഷെ മെർലിൻ പറഞ്ഞത് താങ്കൾ അവളുടെ ഫാമിലി ഫ്രണ്ട് അല്ലെന്നാണല്ലോ. പെട്ടെന്ന് ചാൾസിന്റെ മുഖം കറുത്തു. ഹെർ പപ്പ ഈസ് മൈ ഫ്രണ്ട്, അയാൾ പറഞ്ഞു. ഓക്കെ മിസ്റ്റർ ചാൾസ്, നിങ്ങൾ ചോദിച്ചതിന്റെ ആൻസർ തരേണ്ട ഒരു കാര്യവും എനിക്കില്ല. പക്ഷെ ഞാൻ പറയും, മെർലിനും ഞാനും നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായി തീരുമെന്ന് പറയാൻ പറ്റില്ല. അയാൾ അശോകിനെ ഒന്ന് തുറച്ചു നോക്കി. ഡോക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മെർലിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. അവളുടെ പപ്പ സമ്മതിച്ചു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഉടൻ തന്നെ മെർലിന്റെയും എന്റെയും മാരേജ് നടക്കും. സോ ഈ ഫ്രണ്ട്ഷിപ്പ് ഡോക്ടർ ഉടൻ അവസാനിപ്പിക്കണം. അശോക് ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ അവസാനിപ്പിച്ചാലും മെർലിൻ അതിന് തയ്യാറായില്ലെങ്കിലോ? അവൾക്കും ഈ ഉപദേശം കൊടുക്കുമോ താങ്കൾ? ആ പരിഹാസം ചാൾസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മെർലിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞത് ഡോക്ടർ അനുസരിച്ചാൽ മതി. താങ്കളെ അനുസരിക്കാൻ താങ്കളാര്? എന്റെ ബോസോ? മിസ്റ്റർ ചാൾസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണ്ട എന്നതൊക്കെ എന്റെ മാത്രം കാര്യമാണ്. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. മൂർച്ചയേറെ സ്വരത്തിലാണ് അശോക് അത് പറഞ്ഞത്. ക്രോധം കൊണ്ട് ചാൾസിന്റെ മുഖം ചുവന്നു. ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ അശോക് ചെന്ന് കാറിൽ കയറി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. ചാൾസ് ലിറോയ് അത് നോക്കി അടക്കാനാവാത്ത ക്ഷോഭത്തോടെ നിന്നു. അയാളുടെ പല്ലുകൾ ഞെരിയുന്നത് അയാൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അത്താഴത്തിന് ചപ്പാത്തിയോടൊപ്പം വെജിറ്റബിൾ കുറുമയാണ് മെർലിൻ ഉണ്ടാക്കിയത്. നെയ്യ് പുരട്ടി ചുട്ടെടുത്ത ചപ്പാത്തി ചൂടോടെ 2 ലോറൻസ് കഴിച്ചു. ഒപ്പം ഒരു ഗ്ലാസ് പാലും 2 കഷ്ണം മാമ്പഴവും പപ്പ കഴിച്ചതോടെ അവൾക്ക് തൃപ്തിയായി. ഭക്ഷണം കഴിച്ച് പ്ലേറ്റുകൾ കഴുകി തുടച്ചു വെച്ച് കിച്ചൺ ക്ലീൻ ചെയ്ത് അവൾ ഡ്രോയിങ് റൂമിൽ വന്ന് TV ഓൺ ചെയ്തു. ഒരു ചാനലിൽ പഴയ ഒരു അമേരിക്കൻ കൗബോയ് സിനിമ കിട്ടിയപ്പോഴാണ് അവൾ അത് കണ്ടിരുന്നു. അപ്പോഴാണ് അശോകിന്റെ വിളി വന്നത്. അവൾ അരുമയോടെ മൊബൈൽ ചെവിയോട് ചേർത്തു. ഹലോ അശോക്. മെർലിൻ, ഇന്ന് വൈകുന്നേരം ഒരു തമാശയുണ്ടായി. അക്കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. എന്ത് തമാശ? മെർലിന് ആകാംക്ഷയായി. ഇന്ന് മിസ്റ്റർ ചാൾസ് ലിറോയ് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവളൊന്ന് ഞെട്ടി. എന്തിന്? നമ്മൾ തമ്മിൽ ലവ് ആണോന്നറിയാൻ. അക്കാര്യം ഒരു മടിയുമില്ലാതെ അയാൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. എന്നിട്ട് അവൾക്ക് ബാക്കി കേൾക്കാൻ കൊതിയായി. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമേയുള്ളൂ, ഭാവിയിൽ അത് ലവ് ആയിക്കൂടുന്നില്ലെന്നും ഞാൻ പറഞ്ഞു. അവളുടെ മനം കുളിർത്തു. എന്തിനാണ് അയാൾ ഇതൊക്കെ അശോകിനോട് ചോദിച്ചത്? അവൾക്ക് മനസ്സിലായില്ല. ചാൾസ് ലിറോയുമായി നടന്ന സംഭാഷണം മുഴുവൻ അശോക് അവളെ പറഞ്ഞു കേൾപ്പിച്ചു. ഒരിക്കലും നടക്കില്ല അയാളുടെ ആഗ്രഹം. എനിക്ക് അയാളെ ഇഷ്ടമില്ല. ഐ ഹേറ്റ് ഹിം, അവൾ പറഞ്ഞു. ഡോണ്ട് വെറി മെർലിൻ, ആർക്കും എന്തും ആഗ്രഹിക്കാം. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാവണമെന്ന് നമ്മൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് സീ യു ഡ്രീംസ്, മെർലിൻ പൂരിപ്പിച്ചു. കിടന്നിട്ട് അവൾക്ക് പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ പിശാചിനെ പോലെ നെറ്റിയുടെ ഇരുവശത്തും കൊമ്പുകളുമായി ചാൾസ് ലിറോയ് പ്രത്യക്ഷപ്പെടുന്നു. തന്റെ ജീവിതത്തിൽ അയാളിനി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്ന് അവൾക്ക് തോന്നി. അയാളെ ഇനി ഒരിക്കലും കാണാനിടവരരുതേ എന്ന് അവൾ പ്രാർത്ഥിച്ചു. പക്ഷേ അവളുടെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമുണ്ടായില്ല.
പിറ്റേന്ന് രാവിലെ അവൾ സ്കൂളിലേക്ക് പോകാനായി ഹാൻഡ് ബാഗുമായി മുൻവാതിൽ തുറന്നിറങ്ങിയപ്പോൾ പെരിവിങ്കിളിന്റെ ഗേറ്റിന് വെളിയിൽ റോഡിന്റെ അരികിൽ ചേർന്ന് ചാൾസ് ഹീറോയുടെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മേർലിൻ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് ചാൾസ് കാറിൽ നിന്നിറങ്ങി. അയാളുടെ കടിച്ചു പിടിച്ച ചൂണ്ടുകൾക്കിടയിൽ ചുരുട്ട് പുകയുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മിസ് മേർലിൻ. ചുരുട്ട് വായിൽ നിന്നെടുത്തിട്ട് അയാൾ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ചലിക്കാനാവാതെ അവൾ അയാളെ തന്നെ നോക്കി ഭീതിയോടെ നിന്നു. എന്നെ ഇത്ര രാവിലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? സോറി, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയാൽ പിന്നെ അത് കിട്ടുന്നത് വരെ വിശ്രമമില്ല. അയാൾ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറി വന്നു. ഇന്നലെ ഞാൻ ഡോക്ടർ അശോകിനെ കണ്ടിരുന്നു, അയാൾ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. അയാൾ പൊട്ടിച്ചിരിച്ചു. ഓ, ഇന്നലെ തന്നെ ഡോക്ടർ അശോക് അക്കാര്യം വിളിച്ചു പറഞ്ഞോ? നന്നായി. ഞാനിനി അത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങളുടെ ആഗ്രഹം നടക്കുകയില്ല. ഐ ജസ്റ്റ് ക്യാൻ മാരി യു. പ്ലീസ് ലീവ് മീ അലോൺ. ഇനി ഇക്കാര്യം പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, അവൾ പറഞ്ഞു. ചാൾസിന്റെ മുഖം വലിഞ്ഞു മുറുകി. സോറി മിസ് മേർലിൻ, തോറ്റു പിന്മാറുന്ന പ്രകൃതമല്ല എന്റേത്. ഞാൻ ഇനിയും ഇവിടെ വരും. ഇനിയും നിന്നെ കാണും. നിന്നെ സ്വന്തമാക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. ചാൾസ് ഹീറോയ് ഈസ് ഡിഫറെന്റ്, അയാൾ പറഞ്ഞു. അവളെ ഒന്ന് നോക്കിയിട്ട് ഉറച്ച കാൽവെപ്പുകളോടെ അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി. അയാൾ കാറിൽ കയറി ഓടിച്ചു പോകുന്നത് വരെ മെർലിൻ നിശ്ചലയായി നിന്നു. പിന്നെ അവൾ സ്വന്തം കാറിന് നേരെ നടന്നു. തടാകത്തിന് അഭിമുഖമായി യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ച ഇരുനില കെട്ടിടമായിരുന്നു പ്ലാന്റേഴ്സ് ക്ലബ്ബ്. സമ്പന്നരായ തോട്ടംതുടമകൾക്ക് സായാഹ്നം ചെലവഴിക്കാനുള്ള ഒരു വിനോദ കേന്ദ്രം. രാത്രി 7:30 മണി സമയത്തും തണുപ്പ് വകവയ്ക്കാതെ തടാകത്തിലേക്ക് നോക്കിക്കൊണ്ട് ചാൾസ് ലീറോയ് ബാൽക്കണിയിലിരുന്നു. അയാളുടെ കയ്യിൽ പാതി ഒഴിഞ്ഞ വിസ്കി ഗ്ലാസ് ഉണ്ടായിരുന്നു. അകത്ത് റിക്രിയേഷൻ ഹാളിൽ റമ്മി കളിക്കുന്നവരുടെ പൊട്ടിച്ചിരി ഉയർന്നു. അപ്പോഴാണ് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് അകലെ തെളിഞ്ഞത്. വണ്ടി വളവ് തിരിഞ്ഞ് പ്ലാന്റേഴ്സ് ക്ലബിന്റെ വിശാലമായ മുറ്റത്തേക്ക് കയറി വന്നു. കാറിൽ നിന്ന് മാന്യനായ ഒരു 50കാരൻ ഇറങ്ങി. പാൻസും ഷർട്ടും ഷൂസുമായിരുന്നു അയാളുടെ വേഷം. അയാൾ ഷർട്ടിന് മീതെ ചാരനിറത്തിലുള്ള കമ്പിളിക്കുപ്പായം ധരിച്ചിരുന്നു. അത് ഡോക്ടർ ക്ലെമന്റ് ആയിരുന്നു. അയാൾ നേരെ കോണിപ്പടി കയറി ബാൽക്കണിയിലേക്കാണ് ചെന്നത്. ഗുഡ് ഈവനിങ് ചാൾസ്. തനിച്ചിരിക്കുന്ന ചാൾസ് ഹീറോയെ കണ്ട് അയാൾ പറഞ്ഞു. ചാൾസ് തല തിരിച്ചു നോക്കി. ഓ ക്ലെമന്റ്, ഐ ആം ഹാപ്പി യു കെയിം ഇൻ ടൈം. ചാൾസ് എഴുന്നേറ്റ് ചെന്ന് ക്ലെമന്റിന്റെ കൈപിടിച്ച് കുലുക്കി. ഐ ആം ഓൾവേസ് ഇൻ ടൈം. 7:30 എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവില്ല. ഇരിക്കൂ ക്ലെമന്റ്. ചാൾസിന്റെ എതിർവശത്തുണ്ടായിരുന്ന കസേരയിൽ ക്ലെമന്റ് ഇരുന്നു. ജോൺ, ചാൾസ് നീട്ടി വിളിച്ചു. യൂണിഫോമും തലപ്പാവും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഉടൻ വന്നു. ക്ലെമന്റിന് ഒരു ലാർജ് സ്കോച്ച്, എനിക്ക് ഒരു റിപ്പീറ്റ്, ചാൾസ് പറഞ്ഞു. ഒന്ന് തലകുണിച്ചിട്ട് ജോൺ പോയി. എന്തിനാണ് അത്യാവശ്യമായിട്ട് എന്നെ കാണുമെന്ന് പറഞ്ഞത്? ക്ലെമന്റ് ചോദിച്ചു. ക്ലെമന്റ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ നിങ്ങൾക്കാരാണ്? ചാൾസ് അയാളുടെ മുഖത്തേക്ക് നോക്കി ആവശ്യപ്പെട്ടു. ഫ്രണ്ട്, വെൽവിഷർ? അല്ല, മോർ ദാൻ ദാറ്റ്. ഹോളി ക്രോസ് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്യാൻ കാരണക്കാരൻ നിങ്ങളാണ്. എന്റെ മകന് ബാംഗ്ലൂരിലെ റെപ്യൂട്ടഡ് ആയ കോളേജിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങി തന്ന നിങ്ങളാണ്. ഞാനിപ്പോ താമസിക്കുന്ന വീട് നിങ്ങളുടേതാണ്. ചാൾസ് തൃപ്തിയോടെ പുഞ്ചിരിച്ചു. ക്ലെമന്റ്, നിങ്ങൾ വിചാരിച്ചാൽ ഒരു ഡോക്ടറെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയൂ. തീർച്ചയായും, നോ പ്രോബ്ലം. ചാൾസിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ഡോക്ടറെ അവിടുന്ന് പറഞ്ഞുവിടാനും കഴിയും, നിഷ്പ്രയാസം. ഐ എം ഗോയിങ് ടു ആസ്ക് യു എ ഫേവർ. പറയൂ ചാൾസ്, ഞാൻ എന്ത് ചെയ്യണം? ക്ലെമന്റ് സന്നദ്ധനായി. കൻ യു സാക്ക് ഡോക്ടർ അശോക് സംഗീത് മാത്യു നാളെ തന്നെ? ഡോക്ടർ ക്ലെമന്റ് ഒന്ന് പകച്ചു. ഡോക്ടർ അശോകിനെ പിരിച്ചുവിടാനോ? എന്തിന്? അയാൾക്ക് മനസ്സിലായില്ല. തൽക്കാലം ക്ലെമന്റ് അതറിയണ്ട. നിങ്ങൾക്കത് പറ്റുമോ? ഗിവ് മീ ആൻ ആൻസർ. ഡോക്ടർ ക്ലെമന്റിന്റെ മറുപടിക്കായി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചാൾസ് ലീറോയ് ഇരുന്നു.